നമസ്കാരം. ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2 മലയാള സിനിമകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. രണ്ടും ബേസിൽ ജോസഫിന്റെ സിനിമകളാണ്. ഈ വർഷം റിലീസായത് പൊന്മാൻ, പിന്നെ പ്രാവിൻകൂട് ഷാപ്പ്. അപ്പൊ ഈ പൊന്മാൻ പേരില് പൊൻ എന്നുള്ളത് പൊന്നാണ് ഉദ്ദേശിക്കുന്നത്. MAN അത് മനുഷ്യൻ എന്നുള്ള അർത്ഥം വരുന്നതാണ് അതിലെ മാൻ. അത് പൊന്മാൻ എന്ന പക്ഷിയല്ല. അപ്പം പൊന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ്. അത് അജേഷ് എന്നൊരു കഥാപാത്രത്തെ ബേസില് അവതരിപ്പിക്കുന്നു. റൈറ്റിങ്ങിന്റെയും കഥയുടെയൊക്കെ കാര്യത്തിൽ കഥാപാത്രത്തെ എഴുതിയ രീതി അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ 2 സിനിമകൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പൊന്മാനാണ്. അതേസമയം വിഷ്വലിന്റെ ഒരു രസം, സ്റ്റേജിങ്, പിന്നെ ലൈറ്റിങ്, അങ്ങനത്തെ ഒരു വിഷ്വൽ ഭംഗി കൊണ്ടും അതിന്റെ ക്രാഫ്റ്റിംഗ് കൊണ്ടൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പ്രാവിൻകൂട് ഷാപ്പാണ്. പ്രാവിൻകൂട് ഷാപ്പ് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയില്ലെന്ന് തോന്നുന്നു. എനിക്ക് അത് അറിയത്തില്ല. പൊന്മാൻ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ്. ഐ മീൻ നോട്ട് ദാറ്റ് ഇറ്റ് മാറ്റേഴ്സ്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുന്ന മെയിൻ ആർഗ്യുമെന്റ്സ് എല്ലാവരും സിനിമയെ പറ്റി ആദ്യം പറയുന്നതൊക്കെ സിനിമ ഹിറ്റായോ അല്ലയോ ഫ്ലോപ്പായോ അല്ലയോ. സി അത് മാത്രമല്ല ഒരു സിനിമയുടെ മെറിറ്റോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ ഒക്കെ അളക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു മാനദണ്ഡം. ഓക്കെ, പാസിംഗ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഞാനിത് ബേസിക്കലി പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് ഒരു സിനിമ എന്തുകൊണ്ട് സിനിമകൾ ഹിറ്റ് ആകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില സിനിമകൾ ഹിറ്റ് ആകുന്നില്ല എന്നതിനെ കുറിച്ചുള്ള റീസണിങ് ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കുന്നതും കൂടെ ഉണ്ട് ഈ ഒരു വീഡിയോ കൂടെ. അപ്പം ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഈ പൊന്മാനാണ് കുറച്ചുകൂടി നന്നായിട്ട് എഴുതിയത് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഒന്ന് അതൊരു ഒരു മാൻ ഇൻ എ ക്രൈസിസ്, ഹീറോ ഇൻ എ ക്രൈസിസ് കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. ഇപ്പം ഈ പൊന്നു കൊണ്ട് പോകുന്ന ഈ വിവാഹം അങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് പൊന്നു കൊടുക്കും, അതിന്റെ കുറച്ച് കാശ് വാങ്ങും, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് മിച്ചമുള്ള കാശും കൂടെ വാങ്ങുന്ന ആ ഒരു ടൈപ്പ് ഒരു പാരലൽ ജ്വല്ലറി ആയിട്ട് പോലെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ. സത്യമായിട്ട് ഇങ്ങനത്തെ ബിസിനസ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു കഥയുടെ അഡാപ്റ്റേഷനാണ്. ഇത് സാധാരണ ഇത്തരം ഹീറോ ഇൻ എ ക്രൈസിസ് ടൈപ്പ് ഓഫ് സിനിമകളിൽ ആദ്യം നമ്മൾ ഹീറോയിൽ നിന്നാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഹീറോ ഗെറ്റ്സ് ഇൻ ടു എ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നതും അതാണ് കോൺഫ്ലിക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഈ സിനിമയില് കോൺഫ്ലിക്റ്റിൽ നിന്നാണ്, അല്ല, ഈ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഹീറോയെ നമ്മൾ കാണുന്നേയില്ല. മറിച്ച് അയാൾ ചെല്ലാൻ പോകുന്ന ആ സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ, ആ സംഭവം എന്താണ്, സാഹചര്യം എന്താണ് എന്നൊക്കെ ബിൽഡ് അതിലേക്ക് വരുന്ന ഒരാളാണ് ഹീറോ. അതായത് ഹീറോയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ എഴുത്തിൽ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഇത്. അപ്പം പിന്നീട് വരുന്ന എന്താണ് ഈ ക്യാരക്ടേഴ്സ്, ഇയാളുടെ ഇയാളുടെ പശ്ചാത്തലം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ചെറിയ ലിമിറ്റഡ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അയാളുടെ ആ ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അതാ സമയം ആ സിനിമയിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ പറയുന്ന കാര്യങ്ങൾ, അതിൽ കൂടെ ഒരു 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 വ്യക്തിയെ പൂർണ്ണമായിട്ടും അതിൽ വരച്ചിടുന്നുണ്ട് സ്ക്രിപ്റ്റിൽ കൂടെ, അയാൾ പറയുന്ന കാര്യങ്ങളിൽ കൂടെ. അതാണ് ആ എഴുത്തിന്റെ ഭംഗി എന്നെനിക്ക് തോന്നിയത്. പ്രാവിൻകൂട് ഷാപ്പ് എഴുത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ദുർബലമായി പോയെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കാരണം ഇതാണ്. ഇതൊരു അഗത ക്രിസ്റ്റി ടൈപ്പ് ഓഫ് മർഡർ മിസ്റ്ററിയുടെ ഒരു അപ്ഡേഷനാണ്. അപ്പം അഗത ക്രിസ്റ്റി പ്ലോട്ട് മിക്കവാറും ആളുകൾക്കൊക്കെ പരിചയമുണ്ടോ? അതായത് ഒരു ക്ലോസ്ഡ് സെറ്റിംഗിൽ ഒരു ക്രൈം നടക്കുന്നു. എന്നിട്ട് ആ ക്ലോസ്ഡ് സെറ്റിങ്ങിനുള്ളിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷനും അതിന്റെ വേറെ വേറെ ക്യാരക്ടേഴ്സിനെ, അവരുടെ കോൺഫ്ലിക്ട്സ്, അവരുടെ മോട്ടിവേഷൻസ്, ഇങ്ങനെ കൺഫ്യൂഷൻസ്, റെഡ് ഹെറിങ്സ്, അങ്ങനെ അവസാനം ഇൻവെസ്റ്റിഗേറ്റർ ഫൈൻഡ്സ് ദ ട്രൂത്ത്. അപ്പം ഈ ഒരു ക്ലോസ്ഡ് സ്പേസിലായിരിക്കും എന്നുള്ളതാണ് അഗത ക്രിസ്റ്റി ടൈപ്പ് ഓഫ് നറേറ്റീവുകളുടെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പൊ നൈസ് ഔട്ട് നൈസ് ഔട്ട് ഒറിജിനലും പിന്നെ അതിന്റെ സീക്വൽ വന്നതും ഈ അഗത ക്രിസ്റ്റി ടൈപ്പ് ഓഫ് മൂവികളുടെ പുതിയ ഐറ്ററേഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ അഗത ക്രിസ്റ്റിയുടെ തന്നെ റീമേക്കുകൾ ഹോളിവുഡിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. മലയാളത്തിൽ തന്നെ 12th മാൻ എന്നൊക്കെ പറഞ്ഞ സിനിമ വന്നായിരുന്നു. അതൊക്കെ ഈ അഗത ക്രിസ്റ്റി ആ ഒരു പ്ലോട്ട് അതിന് വേറെ വേറെ ഐറ്ററേഷൻസ് ആണ്. അപ്പൊ ഇതില് ചെറിയൊരു ഭാഗം മാത്രമേ ഈ അഗത ക്രിസ്റ്റി പ്ലോട്ട് ഉള്ളൂ. പിന്നെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസും പിന്നെ അതിന്റെ ഡെവലപ്മെന്റ്സും ഒക്കെ ആയിട്ട് ആ ഒരു അഗത ക്രിസ്റ്റി പ്ലോട്ടിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന നറേറ്റീവ് ഡീറ്റെയിലുകളാണ് പിന്നീട് കഥയുടെ
യുനോ ഒരു മർഡർ മിസ്റ്ററി മാത്രമല്ല, മറിച്ച് അതിന്റെ പിന്നീട് അതിന്റെ അത് ചുരുൾ നിവരുന്നതിനനുസരിച്ച് ബാക്കി ക്യാരക്ടേഴ്സ്, അവരുടെ കോംപ്ലിക്കേഷൻസ്, അവർക്ക് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു എനിക്ക് ഇതിലൊരു എന്താണ് ഈ ഒരു നമ്മൾ ഈ ഡിറ്റക്റ്റീവ് അല്ലെ മിസ്റ്ററി മൂവികളിൽ ഹീറോ എന്ന് പറയുന്നത് ഒരു സത്യാന്വേഷകനാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിനെയൊക്കെ ശരിക്കും കൊണ്ടുവരുന്നുണ്ട്. ശരി, അയാളുടെ ഒരു ക്രിക്കിനെസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കൊണ്ടുവന്നു. ബട്ട് അവസാനം ക്രൈം തെളിയിക്കുന്നില്ലെന്നുള്ളത് വേറൊന്ന്. ബട്ട് ഈ ക്രൈമിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് പ്രേക്ഷകരെ നറേറ്റീവ് അറിയിക്കുന്നുണ്ട്. അത് ഈ ഹീറോയിൽ കൂടല്ല, വേറൊരു ക്യാരക്ടറിൽ കൂടാണ്. അതാണ് ആ ഒരു ജോണറിന്റെ പാറ്റേണിൽ നിന്ന് മാറുവാണ് പ്രാവിൻകൂട് ഷാപ്പ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റർക്കല്ല ഇതിന്റെ അതായത് സത്യം റിവീൽ ചെയ്യുന്നതിന്റെ ഒരു ഇത് പ്രിവിലേജ് വന്നു ചേരുന്നത്, മറിച്ച് വേറൊരാൾക്കാണ്. ആ ക്യാരക്ടറിനാണെങ്കിൽ അങ്ങനെ ആ ക്യാരക്ടർ ഇപ്പം ചെമ്പൻ വിനോദ് അഭിനയിച്ച ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആകട്ടെ സത്യാന്വേഷണം അയാളുടെ ഒരു പ്രയോറിറ്റി പോലും അല്ല എന്നുള്ളതാണ് വേറൊരു ഇത്. അപ്പം ഇത് വെച്ചാല് ഇത്തരം നറേറ്റീവുകള് ഈ പറയുന്ന ജോണറിനുള്ളിൽ തന്നെയുള്ള പുതിയ ഐറ്ററേഷനോ പുതിയൊരു ടെസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂ ട്രൈ ഔട്ട് ആയിട്ട് വേണേ കരുതാം. അതേസമയം ഇത്തരം ചില പരീക്ഷണങ്ങള് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് ഈ ജോണർ ടെംപ്ലേറ്റുകളുടെ പ്രാധാന്യം. അപ്പം ജോണർ ടെംപ്ലേറ്റുകൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ദ മൂവി ഫിറ്റ് ടു എ ടെംപ്ലേറ്റ്. അതായത് കുറ്റാന്വേഷണ മൂവിയാണോ, കുറ്റാന്വേഷകനായിരിക്കണം കുറ്റം തെളിയിക്കുന്നത്. അതല്ലാതെയുള്ള ഇതിനെ സബ്വേർട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. അതായത് കുറ്റം അന്വേഷിക്കുന്നു, പക്ഷെ സത്യം അയാൾ തിരിച്ചറിയുന്നില്ല. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതുപോലെ സത്യം അയാൾ അറിയുന്നില്ല, പക്ഷെ കാണികൾ അറിയുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. അതായത് പിന്നെ നമ്മൾ പ്രേക്ഷകർ തന്നെ കുറെ ഇരുന്ന് ആലോചിച്ച് വേണം സത്യം കണ്ടുപിടിക്കാവുന്ന ടൈപ്പ് സിനിമകളുണ്ട്. ഇതിന്റെ പല ഐറ്ററേഷൻസ് ഇതിനാണ്. ഈ ജോണറിനെ പല രീതിയിൽ സബ്വേർട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. എന്നാൽ പോലും ഇത് ജോണറിനെ സബ്വേർട്ട് ചെയ്യുന്നില്ല, മറിച്ച് ജോണറിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ വേറൊരു രീതിയിൽ ഈ ജോണറിന്റെ റിക്വയർമെന്റ്സ് എല്ലാം ചെയ്യുവാണ്. അതൊരു ഒരു പുതിയ പരീക്ഷണമാണ്. അതേസമയം തന്നെ ഐ ഡോണ്ട് നോ ഈ തങ്കം എന്നുള്ള ഒരു സിനിമയ്ക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി. തങ്കത്തിലെ മെയിൻ ക്യാരക്ടറായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ബിജു മേനോനാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബിജു മേനോൻ ആ സിനിമയിൽ വലിയൊരു ക്യാരക്ടറുള്ള, ഹീസ് ജസ്റ്റ് എ ബൈസ്റ്റാൻഡർ എന്ന് വേണം. ഈ നറേറ്റീവിന്റെ ബൈസ്റ്റാൻഡർ ആണ് ശരിക്കും ബിജു മേനോൻ. തങ്കത്തിലെ കേസ് അന്വേഷിക്കുന്നത് മറാഠ പോലീസിലെ ഉദ്യോഗസ്ഥനാണ്. അയാളാകട്ടെ എനിക്ക് കാശ് തന്ന, എനിക്കിപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനാണ്. അതായത് പുള്ളി ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പോലും ഈ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചൊരു ഒരു ജോബാണ്, അയാളുടെ ഒരു നീഡല്ല. അതേസമയം ഇതിൽ നായകനായിട്ട് വരുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ വലിയൊരു റോളും ഇല്ല. അങ്ങനെ ഒരു ഇറ്റ്സ് എ ന്യൂ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് എന്ന് വേണേൽ പറയാം. പക്ഷെ ഈ ജോണറിന്റെ ചില എലമെന്റ്സ് ഫില്ലായിട്ടില്ലെങ്കിൽ പ്രേക്ഷകര് സാറ്റിസ്ഫൈഡ് അല്ലാതാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് അതാണ് പ്രാവിൻകൂട് ഷാപ്പിൽ സംഭവിച്ചത് എന്ന് തോന്നുന്നു. ജസ്റ്റ് സം തോട്ട്സ്. രണ്ടും കാണാൻ മാത്രം ഉള്ള സിനിമകളാണ്. പ്രത്യേകിച്ചും പ്രാവിൻകൂട് ഷാപ്പിൽ നല്ലൊരു സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ട് സിംഗിൾ ഷോട്ടിൽ. പ്രാവിൻകൂട് ഷാപ്പിന്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും അതിന്റെ മൂവ്മെന്റ്സും സിംഗിൾ ഷോട്ടുകളും ലെങ്തി ഷോട്ടുകളൊക്കെ കൈകാര്യം ചെയ്തതും അങ്ങനെ കുറെ ഭംഗിയുള്ള വിഷ്വലുകളുണ്ട്. അതേസമയം അതിന്റെ എഴുത്തില് ലോജിക്കലായിട്ടുള്ള ഫ്ലോസും ഉണ്ടെന്ന് തോന്നി. അങ്ങനെ രണ്ടും കാണാവുന്ന സിനിമകളാണ്. അപ്പം ഈ രണ്ട് സിനിമകളെ പറ്റിയും ചെറിയൊരു അഭിപ്രായം പറഞ്ഞ് നിർത്തിയേക്കാന്ന് കരുതി. ശരി, താങ്ക് യു.